ഞാനിങ്ങനെ ഒന്നും ആയതൊന്നും അല്ലല്ലോ, എന്നെ ആക്കിയെടുത്തതല്ലേ. ആരാക്കിയെടുത്തതാ? എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കൈക്കൂലി മേടിച്ചിട്ടാണ് എൻ്റെ വീടിൻ്റെ പെർമിറ്റ് തരാതെ ഈ കള്ളന്മാരവിടെ ഇരുന്നത്. പിന്നെ ഞാൻ ഇവരെ അടുത്ത് പുന്നായിരിക്കണോ? ഇപ്പോൾ ലാസ്റ്റ് മാപ്പ് പറഞ്ഞതും അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. പക്ഷേ ഈ കാരണത്തടിക്കുമ്പോൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയോ അല്ലെങ്കിൽ നവാബ് രാജേന്ദ്രനോ അല്ല. എനിക്ക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എടുക്കാനാണെങ്കിൽ എനിക്കിപ്പോൾ ഈ വ്യവസായം വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു കേസ് തീർത്താൽ മതി. എന്നെ ഇവിടെയുള്ള പ്രമുഖ കേസുകളിൽ സെറ്റിലാവാൻ പറഞ്ഞേക്കണം എൻ്റെ വോയിസ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ അടക്കം വിളിച്ചിട്ടുള്ള വോയിസുകൾ ഞാൻ പുറത്തുണ്ടാകും. പലരും പെടും. എൻ്റെ കയ്യിലിരിക്കുന്നതൊന്നും നിസ്സാര തെളിവുകളായിരുന്നില്ല. എല്ലാം 2000, 3000, 5000 കോടികളുടെ വലിയ അഴിമതികൾ മാത്രമേ. 3500 കോടി അഴിമതി നടത്തിയ ഒരു മന്ത്രി ഈ ദിവസങ്ങളിൽ താഴെ. തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വരട്ടെ. മന്ത്രിയായാലും രാജാവായാലും ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങണം. താഴെ വന്നേ സമ്മാനവും. എനിക്കൊരു വീഴ്ച അത്യാവശ്യമായിരുന്നു. അത് ചെറുതല്ലെങ്കിലും വലിയ വീഴ്ചയാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് പോയി കിടന്നുകൊണ്ടൊരു സംതൃപ്തിയാണ്. ചെയ്യാത്ത കുറ്റത്തിനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ. അപ്പം ചെയ്ത കുറ്റത്തിനായിരുന്നെങ്കിലോ ജയിലിലൊക്കെ ചപ്പാത്തിയും ബോണ്ടയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ച പോലെ ഇപ്പം എൻ്റെ പേടി മാറി. എന്തായാലും പരാതി കൊടുത്തു, ഇവരെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചു. പൂട്ടണം എന്നല്ല. ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനാണ്. ആണ്, നിങ്ങൾക്കറിയാം. ഞാൻ ഈ പച്ചപ്പാതിരാത്രിക്കും ഇപ്പോൾ ഒരാൾ വിളിച്ച അല്ലെങ്കിൽ മറ്റേ സുജിത് ഭക്തനെ പോലെ ഒരു സെലിബ്രിറ്റി ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാനിവിടെ എറണാകുളത്ത് MG റോഡിൽ ഇരിപ്പുണ്ടാവും. ചിലപ്പോൾ ഞാനിവിടെ കാണും. ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയും, ബോസ്കോ എവിടെയുണ്ട്, ഒന്ന് നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വൈറ്റിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കണം അങ്ങോട്ട് ഞാൻ വരാറുമുണ്ട്. അപ്പം എന്നെ വിളിച്ചിട്ട് ഒരാൾ എൻ്റെ അടുത്തൊരു പരാതി പറഞ്ഞാൽ ആ പരാതിക്ക് ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ചെല്ലും, ഇല്ലേ? അതെ. അല്ലാതെ ഞാൻ എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊന്നും ഇല്ല. അത് നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ ചെല്ലും. അപ്പം ഞാനൊരു സാധാരണക്കാരനാണ്. ഇപ്പോഴും ഞാൻ ഒരു ഉപജീവന മാർഗം നടത്തുന്നത് ഡ്രൈവിങ് ഉണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എടുക്കാനാണെങ്കിൽ എനിക്കിപ്പോൾ ഈ വ്യവസായം വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു കേസ് തീർത്താൽ മതി. ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന കേസുകളുടെ എണ്ണം കേസ് തീർക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നിറച്ച് പ്രഷറാണ്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാരടക്കമുള്ള പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ രേഖകൾ സൂക്ഷിക്കുന്നുണ്ടോ കയ്യിൽ? വോയിസ് കേട്ടാൽ മതിയോ? അപ്പോൾ വോയിസ് കേട്ടാൽ മതിയോ? പലരും പെടും. ഞാനിപ്പോൾ വച്ചേക്കുന്നത് എന്നെ ഇവിടെയുള്ള പ്രമുഖ കേസുകളിൽ സെറ്റിലാവാൻ പറഞ്ഞേക്കണം എൻ്റെ വോയിസ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ അടക്കം വിളിച്ചിട്ടുള്ള വോയിസുകൾ ഞാൻ പുറത്തുവിട്ടാൽ മതിയോ? തീർച്ചയായിട്ടും അതൊക്കെ പുറത്തു വരണം. ഈ അതൊക്കെ വരും. മുഴുവൻ ഇനി എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുള്ള മന്ത്രിമാരുടെയും രാഷ്ട്രീയ അധികാരമുള്ള ജനപ്രതിനിധികളും എത്ര പേരുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു. അതും പുറലോകം അറിയണം. അതായത് എന്നെ അന്വേഷിച്ച് വന്നിട്ടുള്ള മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും അധികാരമുള്ള ജനപ്രതിനിധി എത്ര പേരെന്നെ കണ്ടിട്ടുണ്ടെന്നും അന്വേഷിച്ച് വന്ന് കണ്ടിട്ടുണ്ടെന്നും ഒന്ന് അന്വേഷിച്ചു. അതൊന്നും ഭയന്നുകൊണ്ടായിരിക്കും ഇവർ വരുന്നത്. ഏത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന പല തെളിവുകളും പുറത്തുവിടുമെന്ന് ഭയന്നിട്ടാണോ ബോസ്കോയെ വന്ന് കാണുന്നത്, വിളിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്നതൊന്നും നിസ്സാര തെളിവുകളായിരുന്നില്ല. എല്ലാം 2000, 3000, 5000 കോടികളുടെ വലിയ അഴിമതികൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു മന്ത്രിയുടെ ബന്ധുവിനൊരു ഫേവർ ചെയ്ത് കൊടുത്തു. അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രി, അതുക്കും മേലെ ഇരിക്കുന്ന ഒരു ജനപ്രതിനിധി 3500 കോടിയുടെയാണ് തട്ടിപ്പടക്കം. അപ്പോൾ ഇത്രയധികം ബന്ധങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞ് ഞാൻ ആരെങ്കിലും വിളിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ?
എനിക്കൊരു ആവശ്യം വന്നിട്ട് പോലും ഞാൻ ഒരാളോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ നിയമപരമായിട്ട് അതെങ്ങനെ മേടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റേതായ ഒരു കാര്യത്തിന് ഞാൻ ഒരാളെയും വിളിക്കാറുമില്ല. പിന്നെ ഇവരെല്ലാവരും കൂടി എൻജോയ് ചെയ്തു. ഇപ്പം നവാബ് രാജേന്ദ്രൻ പണ്ട് കരുണാകരനെതിരെ കേസ് കൊടുത്തപ്പോൾ എടുത്ത കേസും തൃശ്ശൂരാണ്. തൃശ്ശൂർ ലോക പ്രശസ്തമാണെന്നേ. അല്ലാതെ നവാബ് രാജേന്ദ്രനെതിരെ കേസെടുത്തത് എറണാകുളത്താണോ? ആണോ? പണ്ടും കരുണാകരന് വേണ്ടി പോലീസ് കേസെടുത്തത് എവിടെയാണ്? തൃശ്ശൂർ. ഇടിച്ച് പല്ല് കളഞ്ഞത് എവിടെയാണ്? തൃശ്ശൂർ. ഇല്ലേ? അതേ പോലീസ് ഓഫീസർ ലാസ്റ്റ് പുള്ളി വളർന്ന് വലുത് പന്തലിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മാപ്പ് പറഞ്ഞതും അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. പക്ഷേ ഈ കാരണത്തടിക്കുമ്പോൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയോ അല്ലെങ്കിൽ നവാബ് രാജേന്ദ്രനോ അല്ല. ആണോ? യേശു ക്രിസ്തു അല്ല. ഞാൻ ബോസ്കോയാണ്. ഞാൻ ബോസ്കോ കളമശ്ശേരിയാണ്. എൻ്റെ നിയമമാണ് എൻ്റെ ജീവിതം. ഞാനിങ്ങനെ ഒന്നും ആയതൊന്നും അല്ലല്ലോ. ആയതാണോ? ഇങ്ങനെ ഒരാളെ ആക്കിയെടുക്കുകയായിരുന്നു. എന്നെ ആക്കിയെടുത്തതല്ലേ? ആരാക്കിയെടുത്തതാ? ഇവിടുത്തെ നിയമവും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കൈക്കൂലി മേടിച്ചിട്ടാണ് എൻ്റെ വീടിൻ്റെ പെർമിറ്റ് തരാതെ ഈ കള്ളന്മാരവിടെ ഇരുന്നത്. പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് പുന്നായിരിക്കണോ? ഞാൻ അതിനെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു. ആ പഠിച്ച പാഠപുസ്തകത്തിലുള്ള നിയമം ഒരു പാലിപ്പിക്കട്ടെ എന്നേ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെയെങ്കിലും വിളിപ്പിച്ചോ എന്ന് ചോദിച്ചു നോക്കി. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെയോ അല്ലെങ്കിൽ എന്നെ വന്ന് കണ്ട പലരും ഉണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ, കോടികളുടെ അഴിമതികൾ പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും. ഏതിലാണ് അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കട്ടവൻ്റെ തലയിൽ പൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ പോലെ യുവമാരുടെയൊക്കെ പലരുടെയും തലയിൽ പൂടെ ഇരിക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഇലക്ഷൻ ഏജൻറ്റിനോട് ഞാൻ വിട്ടിട്ട് പറഞ്ഞിട്ടില്ല അതേടാ പുള്ളീനെ വിളിച്ചോ, അതൊക്കെ ഇന്ന കാര്യം നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ അയാളെ നമ്മളെ ഒന്ന് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വിളിച്ചോന്ന് ചോദിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോട് ചോദിച്ചു നോക്കും ബോസ്കോനൊക്കെ വേണ്ടി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കും. ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ നിന്നും സേവനം മേടിച്ച പലരും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു വീടിൻ്റെ പെർമിറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല സാർ ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് മേടിച്ചു കൊടുത്ത പലരും ഉണ്ട്. കൂട്ടത്തിൽ നിന്ന പലരും തന്നെയാണ് എൻ്റെ വീണു എന്ന് വിചാരിച്ചപ്പോൾ അവരൊക്കെ എൻ്റെ മേളിൽ കയറി നിന്ന് ചവിട്ടി അർമാദിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു പാഠം ഞാൻ പഠിച്ചു. എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും എനിക്ക് വേണ്ട. എനിക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും എനിക്കിനി ആവശ്യമില്ല. ഉണ്ടോ? എത്ര പേരെൻ്റെ കൂടെ നിന്നു എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അവരോട് മാത്രം ഒരു കമ്മിറ്റ്മെൻറ്റ് പോരെ, വേറെ ആരോടെങ്കിലും വേണോ? ആവശ്യമുണ്ടോ? അപ്പോൾ ജീവിതം ഒരുപാട് അനുഭവങ്ങൾ തന്നു. അല്ല, അനുഭവങ്ങളിൽ എനിക്കൊരു വീഴ്ച അത്യാവശ്യമായിരുന്നു. അത് ചെറുതല്ലെങ്കിലും വലിയ വീഴ്ചയാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് പോയി കിടന്നുകൊണ്ടൊരു സംതൃപ്തിയാണ്. ചെയ്യാത്ത കുറ്റത്തിനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ, അപ്പം ചെയ്ത കുറ്റത്തിനായിരുന്നെങ്കിലോ? ചെയ്യാത്ത കുറ്റത്തിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ലെന്നാണ് സിനിമയിൽ പോലും ഇത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇവന്മാരൊക്കെ ഇനിയുമോട്. ഞാനൊരു വർഷം എന്നെ കാണാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടു? നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും മാറിയിരുന്നു. പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി ഒരു വരവുണ്ട്, വെയിറ്റ് ചെയ്തു. ആ വരവ് ഒരു വർഷമാണ് ഇല്ലേ? ഒരു വർഷം പിന്മാറിയിരുന്നു. സ്ഥാപനം പൂട്ടി എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചു. സോഷ്യൽ മീഡിയ ആക്ടിവിസം കുറച്ചു, പലതും കുറച്ചു ഇല്ലേ? അപ്പോൾ ഇനി ഒരു വരവാണ്. ആ വരവിൽ പല വലിയ മരങ്ങളും വീഴും. നമുക്ക് വെയിറ്റ് ചെയ്യാം. മന്ത്രി വീഴും. വൻമരങ്ങൾ വീഴും. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഴും. അതിനാണ് ഞാനിവിടെ വന്ന് നിന്നത്. ഇപ്പം ഞാൻ ഒരു പരിധി വരെ ഇപ്പം ഞാൻ ജയിലിൽ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് ജയിലിലുണ്ട്. അപ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും എപ്പോഴും. ഇപ്പോൾ പണ്ട് ജയസൂര്യ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ
ജയിലിലൊക്കെ ചപ്പാത്തിയും ബോണ്ടയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ച പോലെ ഇപ്പം എൻ്റെ പേടി മാറി. ഇനി എപ്പോൾ വേണേലും കയറാൻ ഇനി എപ്പോൾ വേണേലും കയറാൻ തയ്യാറാണ്. ജയിലിൽ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ ചെന്നപ്പോൾ എന്നെ അറിയാൻ പാടില്ലാത്ത ജയിൽ വാർഡന്മാരും ഇല്ല, ഒരാൾക്കാരും ഇല്ല അവിടെ. എല്ലാവർക്കും അറിയാം എന്നെ. അവിടെ നടയടി കിട്ടിയോ? ഒന്നുമില്ല, ഇടി കിട്ടിയില്ല, ഒന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ജയിലിലല്ലായിരുന്നോ? വിയൂര് സെൻട്രൽ ജയിലിൽ, സെൻട്രലല്ല, ജില്ലാ ജയിലിൽ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന വാർഡൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ കേരളത്തിൻ്റെ പോലീസ് മേധാവിക്ക് ഞാൻ പരാതി കൊടുത്തേക്കണത്. കേരളത്തിലെ പോലീസ് മേധാവിക്ക് ഞാൻ കൊടുത്തേക്കണ പരാതി അത് തന്നെയാണ്. അന്വേഷിച്ചോട്ടെ, ഞാൻ പറഞ്ഞ കളവാണോ എന്ന് പോലീസുകാരൻ പറയട്ടെ. അപ്പം ഈ പോലീസുകാരൻ അങ്ങോട്ട് വിളിച്ചതിൻ്റെ വോയിസ് അടക്കം ഞാൻ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നേ. ഈ മാറി നിന്ന് പ്രാർത്ഥനയിലായിരുന്നോ, ധ്യാനത്തിലായിരുന്നോ? ഒരിക്കലുമല്ല, എന്തോ നടത്തിയത് തിരിച്ചു വരാൻ വേണ്ടി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അറിയാം, ഇടിഞ്ഞു വീഴാറായ ഒരു വീട്, വളരെ ദയനീയമായ അവസ്ഥയാണ്. ഞാൻ മുഴുവൻ ബോസ്കോ കളമശ്ശേരി നന്നാക്കി നടക്കുമ്പോഴും റോഡും പാലവും കെട്ടാൻ നടക്കുമ്പോഴും വീട് ഓടിട്ട വീട്ടിൽ ടാർപ്പാളിൻ വലിച്ച് കെട്ടി മുഴുവൻ മഴവെള്ളവും മഴ പെയ്താൽ അകത്ത് പോകുന്ന അവസ്ഥയിൽ. അതെ. അപ്പം ഞാൻ ഈ വന്നു കഴിഞ്ഞപ്പോൾ ഈ 2024 ഞാൻ അകത്ത് കിടക്കുമ്പോഴും വീട് മൊത്തം അതിൻ്റെ ഒരു ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്താണ് എൻ്റെ വീട് എടുക്കടി. അപ്പം ഞാനത് എൻ്റെ വീട് ഫാമിലീനെ സേഫാക്കാനുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു. ഒരു വർഷമായിട്ട് വീട് പണിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീട് ഫാമിലീനെ സേഫാക്കി ഞാനത് കഴിഞ്ഞു. ഇനി രണ്ടും കൽപ്പിച്ചിറങ്ങാണ്. കാരണം ഏറ്റവും വലുതൊരു വീടാണ്. കാരണം ഓട് വീണ് എൻ്റെ 1.5 വയസ്സായ മകൻ്റെ എല്ലാം ഓട് വീണപ്പോഴാണ് ഞാൻ യുദ്ധത്തിന് രണ്ടും കൽപ്പിച്ചിറങ്ങി. അപ്പം ഞാൻ അവരൊരു വീട് പണിതു, ഞാൻ അതിനകത്തോട്ട് സേഫാക്കി. ഇപ്പം ഞാൻ തിരിച്ചു വരും. അപ്പോൾ ആ തിരിച്ചുവരവിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും വന്ന് കാണാൻ വന്നത്. അപ്പോൾ നല്ലൊരു വരവാവട്ടെ. അതെ. ഇനി ഒരു അടുത്ത ദിവസങ്ങളിലൊരു വാർത്തയും കൂടി നിങ്ങൾ വരും. ഒരു 3500 കോടി അഴിമതി നടത്തിയ ഒരു മന്ത്രി ഈ ദിവസങ്ങൾ താഴെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വരട്ടെ. മന്ത്രിയായാലും രാജാവായാലും ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വരും. താഴെ ഇറങ്ങണം. താഴെ വന്നേ സമ്മാനമുള്ളൂ. അതെ, താഴെ ഇങ്ങോട്ട് പത്തിട്ട് സമ്മാനം കൊടുക്കും, ഞാൻ കൊടുക്കും. ഇത് മാത്രമല്ല, നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടണം. ഞാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രൂഫും വെച്ചിട്ട് ഞാൻ ഒരാളെ സെറ്റിൽമെൻറ്റിന് വിളിക്കാറില്ല. അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റും വേണ്ട, എനിക്ക് സെറ്റിൽമെൻറ്റ് വേണ്ട, മുന്നോട്ട് പോട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.